I've been dreaming on in my head like I've seen it. ഹായ്, എല്ലാവർക്കും ഫുഡി ബോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഫുഡി ബോയിൽ നമ്മൾ വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ ഏത്തക്കാപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് നോക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഏത്തക്കാപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. പഴംപൊരിയുടെ മാവ് കലക്കാനെ കൊണ്ട് നമുക്ക് ആദ്യമേ മൈദ എടുക്കാം. മൈദ ഞാനിപ്പോൾ ഒരു ബൗള് മൈദ എടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് കടലമാവാണ്, കടലമാവ് ഒരു ബൗള് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് അല്പം കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയാണ് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. സ്വാദ് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 നുള്ളു ഉപ്പെടുത്തേക്കാണ്, അതായത് 1/2 ടീസ്പൂണിലും താഴെ ഉപ്പെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിക്സ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് പുളിക്കാനെ കൊണ്ട് ദോശമാവ് ചേർക്കുന്നവരുണ്ട്, അതിൻ്റെ കൂട്ട് തന്നെ നല്ല കട്ടിക്ക് കിട്ടാനെ കൊണ്ട് അരിപ്പൊടി ചേർക്കുന്നവരുണ്ട്. ഞാൻ ഇതിപ്പോൾ രണ്ടും അവോയ്ഡ് ചെയ്തേക്കാണ്, നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കല്ലേ. അപ്പോൾ ഇത് നമുക്കൊന്ന് കലക്കി എടുക്കണം. അതിനായിട്ട് ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിത് കട്ടയൊന്നും പിടിക്കാതെ നല്ലോണക്കും ഇളക്കിയെടുക്കണം. ആദ്യമേ ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കാരണം ഒരുപാട് ലൂസാവരുത് ഇത്. അപ്പോൾ നിങ്ങൾക്കിത് വേണമെങ്കിൽ ഒരു ബീറ്റർ ഉപയോഗിച്ച് ഇളക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇളക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് ലൂസായി പോവും. കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇളക്കിയെടുത്താൽ മതി നമുക്ക്. അപ്പോൾ നമ്മളിത് നമ്മുടെ മാവ് നല്ലോണക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് വന്നേക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ കൺസിസ്റ്റൻസി കണ്ടോ, ഇതേപോണൊക്കെ ഇരിക്കണം, അല്ലെങ്കിൽ മാവ് നമ്മുടെ പഴത്തിൽ പറ്റിയിരിക്കത്തില്ല. ലൂസായി പോയി കഴിഞ്ഞാലും പ്രശ്നമാണ്. ഇനിയിപ്പോൾ നമുക്കിതൊരു 20 മിനിറ്റത്തേക്ക് നമുക്ക് വെച്ചേക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പുളിച്ച് കിട്ടാൻ. ഹോട്ടലുകാരൊക്കെ ആണെങ്കിൽ 2-3 മണിക്കൂർ വെച്ചേക്കും. നമുക്കിപ്പം സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാനുള്ള റെസിപ്പി ആയതുകൊണ്ട് നമുക്കൊരു 20 മിനിറ്റ് വെച്ച് പുളിപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് പഴം ചെത്തി 2 സൈഡും ചെത്തിയിട്ട് പിഴിഞ്ഞെടുക്കണം. പഴം തൊലി കളഞ്ഞിട്ട് കീറിയെടുക്കാം. അത്യാവശ്യം നല്ല പഴുത്ത പഴമാണ് നമ്മുടെ പഴംപൊരിക്ക് നല്ലത്, നല്ല ടേസ്റ്റ് കിട്ടുന്നത് അപ്പോഴാണ്. നാരൊക്കെ അങ്ങ് എടുത്ത് മാറ്റണം. ശേഷം നമ്മുടെ പഴം നടുകിനെ കീറിയെടുക്കാം. ചിലരിത് 3 പീസും 4 പീസും ഒക്കെ ആക്കും. നമ്മൾ കടക്കാരനൊന്നും അല്ലല്ലോ, നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാനായിട്ട്. നമുക്ക് 2 പീസാക്കി നമുക്ക് പഴം കീറിയെടുക്കാം. അപ്പോൾ നമ്മളിത് നല്ലോണം പഴം കീറി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് നമ്മുടെ മാവിനകത്ത് മുക്കി ഇത് വറുത്ത് കോരിയെടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ നമ്മുടെ മാവിനകത്ത് മുക്കി വെച്ചേക്കാണ്. അത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് നമുക്ക് ഇത് ഓരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ പഴംപൊരി നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഗോൾഡൻ ബ്രൗൺ കളറായി. നമുക്കിത് ഇനിയിപ്പം കോരിയേക്കാം. I've been dreaming on in my head like I've seen it. A life worth living is a life with meaning. I'll do what I love till my heart stops beating. I'm feeding this demon. Got a taste, can't erase.